ടെൻഷനോ സ്ട്രെസ്സോ ആയിരിക്കുകയാണോ നിങ്ങൾ? കുറച്ച് ലോ ആയിരിക്കുന്ന ടൈമിലായിരുന്നു ഞാൻ ഈ പടം കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ലടോ, വല്ലാത്തൊരു സന്തോഷം. ഇൻസ്റ്റന്റ് ആയി മൂഡ് ഷിഫ്റ്റ് ആയ പോലെ തോന്നി. സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല, ഏത് ഫീലിംഗ്സിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും കാണാൻ പറ്റിയ ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവി. വളരെ കോസി ആൻഡ് റിലാക്സിംഗ് ആയിട്ടുള്ള നല്ലൊരു രുചിയുള്ള പടം. കൊറിയൻ ഗ്രാമപ്രദേശങ്ങളുടെ ഭംഗി പകർത്തി 2018 പുറത്തിറങ്ങിയ ലിറ്റിൽ ഫോറസ്റ്റ് എന്ന കൊറിയൻ ഫീൽ ഗുഡ് മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഹീറോയിൻ ഹെയ്വുണിനെ കാണിച്ചുകൊണ്ടാണ് മൂവി തുടങ്ങുന്നത്. ഒപ്പം തന്നെ അവളുടെ ഒരു വോയിസ് ഓവറും കേൾക്കാം. നെൽകൃഷിക്കും ആപ്പിളിനും പേരുകെട്ട ഒരു ഉൾഗ്രാമമാണ് മസുങ്ലി. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ എനിക്ക് പട്ടണത്തിലേക്ക് പോകണം. പട്ടണത്തിൽ പോയി വരാൻ ഏകദേശം 1 മണിക്കൂറെങ്കിലും എടുക്കും. 3 മാസം മുമ്പത്തെ ശൈത്യകാലത്താണ് ഞാൻ സോളിൽ നിന്നും എന്റെ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവിടെ നിന്നും ബ്ലാക്ക് ഔട്ട് ആയാൽ കഥ നേരെ 3 മാസം പുറകിലോട്ട് പോകാണ്. ഹീറോയിൻ തന്റെ ഗ്രാമത്തിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ശൈത്യകാലമായതുകൊണ്ട് തന്നെ വഴിയെല്ലാം മഞ്ഞാൽ മൂടപ്പെട്ടിരുന്നു. നേരം സന്ധ്യയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചിമ്മിനി കത്തിച്ച് അവള് ചൂട് കായാണ്. ഒപ്പം തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഭക്ഷണ സാധനങ്ങളെല്ലാം ഏറെക്കുറെ കഴിഞ്ഞിരുന്നു. മുറ്റത്തുണ്ടായിരുന്ന കാബേജും സ്പ്രിംഗ് ഓനിയനും പറിച്ച് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളും വെച്ച് അന്ന് രാത്രിക്കുള്ള ഭക്ഷണം തയ്യാറാക്കി അവൾ കഴിക്കാണ്. നല്ല ആശ്വാസം. അവൾ അവിടെ കിടന്ന് തന്നെ ഉറങ്ങാണ്. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുന്നു. നല്ല തണുപ്പുള്ളപ്പോൾ അവൾക്ക് സൂപ്പ് കഴിക്കാൻ കൊതിയാകും. അവൾ സൂപ്പിനുള്ള മാവ് കുഴച്ചു വെക്കുന്നു. അത് 2 മണിക്കൂറെങ്കിലും ഇരിക്കണം. ആ സമയം കൊണ്ട് മഞ്ഞ് വൃത്തിയാക്കാം എന്നതായിരുന്നു പ്ലാൻ. സോ അവൾ മഞ്ഞ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അതിനിടെ അതിലൂടെ ട്രക്കിൽ പോയിരുന്ന ഒരു പയ്യൻ അവളെ കണ്ട് വണ്ടി നിർത്തുകയാണ്. ശേഷം അവളോടൊന്ന് ചിരിച്ച് വീണ്ടും പോവാണ്. ആദ്യം അതാരാണെന്ന് അവൾക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവൾക്ക് ഓർമ്മ വരികയാണ്. ജേഹ, അവളുടെ ബാല്യകാല സുഹൃത്ത്. മഞ്ഞ് വൃത്തിയാക്കൽ കഴിഞ്ഞ് അവൾ ഭക്ഷണം തയ്യാറാക്കി കഴിക്കാൻ. നല്ല തണുപ്പത്ത് ആവി പറക്കുന്ന ഭക്ഷണം അവൾ ആസ്വദിച്ച് കഴിക്കാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ വിറക് വെട്ടാൻ ആരംഭിച്ചു. കുറെ നാളുകൾക്ക് ശേഷമാണ് പട്ടണത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നത്. വന്നപ്പോ അവളുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം അവൾ ഒറ്റക്ക് തന്നെ ചെയ്യണം. ഭക്ഷണ സാധനങ്ങളെല്ലാം തീരാറായിരുന്നു. അത് വാങ്ങാനായി പട്ടണത്തിൽ പോകണം. അല്ലെങ്കിൽ ആന്റിയോട് ചോദിക്കണം. അല്ലെങ്കിൽ പിന്നെ പട്ടിണി കിടക്കണം. താൻ ഇവിടെ വന്ന കാര്യം ആരും അറിയരുതെന്നാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് യൂൻസുക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. നീ തിരിച്ചു വന്നിട്ട് എന്താണ് എന്നെ വിളിക്കാതിരുന്നത്? ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്തു. എന്തായാലും നീ തിരിച്ചു വന്നല്ലോ എന്നും പറഞ്ഞ് അവൾ കെട്ടിപ്പിടിക്കാണ്. അങ്ങനെ അവര് വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരിക്കാണ്. അല്ല, എന്താ നീ ഇപ്പൊ വന്നത്? നീ പരീക്ഷയൊക്കെ ജയിച്ചോ? നിന്റെ ചെക്കൻ ജയിച്ചോ എന്നെല്ലാം യൂൻസുക്ക് അവളോട് ചോദിക്കാണ്. ചില സുഹൃത്തുക്കള് നമുക്ക് വേദനയുള്ള ഇടം തന്നെ നോക്കി കുത്തും. അങ്ങനെയുള്ള ഒരാളാണ് യൂൻസുക്ക്. ആ, എനിക്ക് മനസ്സിലായി. നീ പൊട്ടി. അവൻ ജയിച്ചും കാണൂല്ലേ? ചമ്മല് കാരണം ഒളിച്ചു താമസിക്കാനല്ലേ നീ വന്നത്? അല്ലേലും നീ പണ്ടേ ഇങ്ങനെ തന്നെ. ഇതിനു മുമ്പും പരീക്ഷക്ക് തോറ്റപ്പോ ഒന്ന് നിർത്തടാ. എനിക്ക് വിശന്നോണ്ടാ ഞാൻ വന്നത്. ഓ പിന്നെ ഒന്ന് പോടാ. അല്ലടാ, ശരിക്കും എനിക്ക് വിശന്നോണ്ടാ ഞാൻ വന്നത്. നമുക്ക് ജേഹാനെ വിളിച്ചാലോ? യൂൻസുക്ക് അവളോട് ചോദിച്ചു. അടുത്ത സീനിൽ ജേഹാനെ കാണിക്കുന്നു. ജേഹ ഇവിടെ അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയിരുന്നു. ഈ അടുത്ത് തന്നെ അവന് ജോലിയും കിട്ടിയിരുന്നു. ഹീറോയിൻ സോളിലേക്ക് പോയത് മുതലേ അവര് തമ്മില് പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ജേഹ ഇപ്പോ അവന്റെ പേരൻസിനെ കൃഷിയിൽ സഹായിക്കാണ്. അവൻ സ്വന്തമായൊരു തോട്ടവും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. യൂൻസുക്കിനാവട്ടെ പഠിപ്പ് കഴിഞ്ഞ ശേഷം അവിടെ അടുത്തുള്ള ഒരു പട്ടണത്തിലെ ബാങ്കില് ജോലി കിട്ടി. എന്നാൽ അവൾക്ക് ആ ജോലി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ആ ജോലി വളരെ ബോറാണെന്നാണ് അവൾ എപ്പോഴും പറയാറ്. അവളുടെ ആഗ്രഹം തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പട്ടണത്തിൽ പോയി താമസിക്കണം എന്നാണ്. ഹീറോയിൻ സോളില് ടീച്ചർ ആവാൻ വേണ്ടി പഠിക്കായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലിയും ചെയ്തിരുന്നു. സോളിലെ ജീവിതം അവൾക്കും ബോറടിയായിരുന്നു. പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും അവൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. വിശന്നിട്ട് തിരിച്ചു വന്നതെന്ന് യൂൻസോക്കിനോട് അവൾ വെറുതെ പറഞ്ഞതായിരുന്നില്ല. എക്സാമില് ഹ്യൂവൻ തോറ്റു. അവളുടെ ബോയ് ഫ്രണ്ട് ജയിക്കുകയും ചെയ്തു. സോ അവനോടൊന്നും പറയാതെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോ. അവന്റെ കോൾ എടുക്കുന്നില്ല. നിനക്ക് എന്താ പറ്റിയത്? ഞാൻ എക്സാമിന് ജയിച്ചു. നിന്റെ അടുത്തുനിന്ന് ഒരു വിവരം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊട്ടും സന്തോഷമല്ല. എത്രയും പെട്ടെന്ന് തന്നെ എന്നെ തിരിച്ചു വിളിക്കണമെന്ന് ബോയ് ഫ്രണ്ട് ഹീറോയിന് മെസ്സേജ് അയക്കുന്നു. അവള് സോളിലെ ലൈഫിൽ നിന്നും കാമുകനിൽ നിന്നും എല്ലാം ഒരു ഗ്യാപ്പ് എടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് തിരികെ വന്നിരിക്കുകയാണ് ഇപ്പോ. രാത്രിയുടെ നിശബ്ദതയിൽ മൃഗങ്ങളുടെ പല ശബ്ദങ്ങളും കേൾക്കാമായിരുന്നു. വീട്ടിൽ ഒറ്റക്കായതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല പേടിയുണ്ട്. ഫോൺ എടുത്ത് ആന്റിക്ക് മെസ്സേജ് അയക്കാൻ ഒരുങ്ങി. എന്നാ പിന്നീട് മനസ്സ് മാറി അത് അവിടെ തന്നെ വെച്ച് എങ്ങനെയൊക്കെയോ കിടന്നുറങ്ങാണ്. അടുത്ത ദിവസം ആന്റി അവളുടെ അടുത്തേക്ക് വരികയാണ്. നീ എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ടുണ്ടെന്ന് ആന്റിക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ ചിമ്മിനിക്കൂട് പുകയെന്ന് കണ്ട മനസ്സിലാക്കിക്കൂടെ? ഞാൻ വിചാരിച്ചു നിന്റെ അമ്മയായിരിക്കും എന്ന്. എന്റെ അമ്മ വരാറുണ്ടോ? എനിക്കറിയില്ല മോളെ. ഞാനങ്ങനെ എന്നൊന്നും ഇവിടെ വരാറില്ല. ഇനിയിപ്പോ അവൾ വന്നാൽ തന്നെ എന്നെ അറിയിക്കാനൊന്നും പോണില്ല. അല്ല, നിങ്ങൾ ഇപ്പോഴും അടുപ്പത്തിലൊന്നും അല്ലേ? അല്ല എന്ന് അവള് തലയാട്ടുന്നു.
ഞാൻ വിചാരിച്ചു നിന്റെ അമ്മ മാത്രം ഇങ്ങനെയെന്ന്. നീയും അവളെ പോലെ തന്നെ, ഒരു മാറ്റമല്ല. എന്തായാലും വായോ, വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ആന്റി അവളെ വിളിക്കാണ്. ഈ ആന്റി അവളുടെ അച്ഛന്റെ സിസ്റ്ററാണ്. എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല, ഞാൻ വരുന്നില്ല എന്ന് അവൾ ആന്റിയോട് പറയാണ്. അല്ല, എന്നാ ഇനി തിരിച്ചു പോണത്? ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട്. ആന്റി, അമ്മ എങ്ങാനും ഇവിടെ വന്നാ ഞാൻ ഇവിടെ വന്ന കാര്യം പറയണ്ടേ പ്ലീസ്? ഓക്കെ എന്ന് ആന്റി തലാട്ടാണ്. ശേഷം അവളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോവാണ്. ആന്റിയുടെ ഭക്ഷണത്തിനെല്ലാം നല്ല രുചിയായിരുന്നു. അവള് ആർത്തിയോടെ എല്ലാം വാരി വലിച്ച് കഴിക്കാണ്. തിരിച്ചു പോരുമ്പോ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കയ്യിലും കരുതിയിട്ടുണ്ട്. വീട്ടിൽ ജേഹ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യില് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ഒറ്റക്ക് കിടക്കുമ്പോ നല്ല പേടി കാണും. ഇവൻ നിനക്കൊരു കൂട്ടാവുമെന്ന് പറഞ്ഞ് ആ പട്ടിക്കുട്ടിയെ ജേഹ അവൾക്ക് കൊടുക്കാണ്. ഇവന്റെ പേര് ഫിയോ എന്നാണ്. എനിക്കിതിനൊന്നും വേണ്ട, ഞാൻ വേഗം തന്നെ തിരിച്ചു പോകും. വേഗം തിരിച്ചു പോണ ആൾക്ക് എന്തിനാ ഇത്രയും ഭക്ഷണ സാധനങ്ങൾ? എന്തായാലും ഇവൻ ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ജേഹ പോവാണ്. ബോയ് ഫ്രണ്ടിന്റെ ഒരുപാട് മെസ്സേജ് അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോറി ഹു, നമുക്ക് ഉടനെ തന്നെ കാണാമെന്ന് അവൾ അവനെ തിരികെ മെസ്സേജ് അയക്കാൻ ടൈപ്പ് ചെയ്യാണ്. എന്നാ എന്തുകൊണ്ടോ അത് സെൻഡ് ചെയ്യാതെ അവളെ ഡിലീറ്റ് ആക്കി കളയാണ്. ഫിവോ കൂട്ടിനുള്ളത് കൊണ്ട് തന്നെ അന്നത്തെ രാത്രി പേടി കൂടാതെ അവൾ സുഖമായി ഉറങ്ങി. അവളുടെ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മ അവളെ വിട്ടു പോകുന്നത്. തിരികെ വീട്ടിലെത്തിയപ്പോ അവിടെ അമ്മ ഉണ്ടായിരുന്നില്ല. എത്ര കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും അമ്മയെ കിട്ടുന്നില്ല. എവിടെ പോയി എന്തായെന്നൊന്നും ഒരു വിവരവുമില്ല. രാത്രി തനിച്ചിരിക്കുന്ന അവളുടെ അടുത്തേക്ക് ഭക്ഷണ സാധനങ്ങളുമായി ആന്റി വരികയാണ്. അമ്മയില്ലല്ലേ, നീ ഒറ്റക്കായിരിക്കുന്നല്ലേ? കുറച്ചു മുമ്പേ അവൾ എന്റെ അടുത്ത് വന്നിരുന്നു. നിന്നെ നോക്കണമെന്ന് പറഞ്ഞു പോയി. ഒന്നും സംസാരിച്ചില്ല, പെട്ടെന്ന് തന്നെ പോയി. പേടിക്കണ്ട മോളെ, അവൾ ഉടനെ തന്നെ തിരിച്ചു വരുമെന്ന് ആന്റി പറയുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് ഹെവോൺ ആന്റിയോട് പറയുന്നു. അവൾ നല്ല വിഷമത്തിലായിരുന്നു. പോകുന്നതിന് മുമ്പ് അമ്മ അവൾക്ക് എഴുതിയ കത്ത് അവൾക്ക് കിട്ടിയിരുന്നു. എന്നാ അത് വായിച്ചിട്ട് അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അമ്മ ഉടനെ ഒന്നും തിരിച്ചു വരില്ല എന്ന് മാത്രം അവൾക്ക് മനസ്സിലായി. അവൾക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അച്ഛന്റെ ഗ്രാമത്തിലേക്ക് അവർ വരുന്നത്. അച്ഛന് സുഖമില്ലാത്തോണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നത്. എന്നാൽ അച്ഛന്റെ മരണശേഷം അവര് അവിടെ തന്നെ താമസിച്ചു. അമ്മ ഇങ്ങനെ ഒന്നും പറയാതെ പെട്ടെന്ന് പോയതില് അവൾക്ക് നല്ല സങ്കടവും ഒപ്പം തന്നെ അത്ഭുതവും ഉണ്ടായിരുന്നു. ആരുടെയും സഹായം ഇല്ലാതെ തന്നെ തനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്ന് അമ്മയുടെ മുന്നിൽ തെളിയിക്കണമെന്നൊരു വാശി അവൾക്ക് അപ്പോൾ മുതൽ ഉണ്ടാവുകയാണ്. അതിനുശേഷമാണ് അവൾക്ക് സോളിൽ അഡ്മിഷൻ കിട്ടുന്നതും അങ്ങോട്ട് മാറുന്നതും. ഇപ്പോ ഉത്തരങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കാതെ അവൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു നിരാശ അവളിലുണ്ട്. അടുത്ത ദിവസം അവള് റൈസ് കേക്ക് ഉണ്ടാക്കാണ്. കൂടെ തന്നെ യോൻസുക്കും ജേഹായും ഉണ്ടായിരുന്നു. യോൻസുക് അവളെ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നു. ജേഹ പുറത്ത് ഫിവോക്ക് വേണ്ടി ഒരു കൂട് പണിയായിരുന്നു. ഇവനാള് കൊള്ളാലേ. യോൻസുക് ജേഹയോട് തനിക്കൊരു ക്രഷ് ഉണ്ടെന്നുള്ള കാര്യം ഹിവോണിയോട് പറയാണ്. അയ്യേ, ഇവനോടോ? അവനെന്തോ ഒരു കുഴപ്പം? അവൻ നല്ല സുന്ദരനല്ലേ? മാത്രല്ല ഇവിടെ അടുത്തൊന്നും ഇങ്ങനെ നല്ലൊരു പയ്യനും കിട്ടാല്ല. എന്തായാലും എനിക്ക് അവനെ ഇഷ്ടാണ്. എനിക്കൊന്നും താല്പര്യമില്ല. ഒരൊലക്കേലെ പ്രേമം. പട്ടണത്തിലായാലും ഇവിടെ ആയാലും ഒക്കെ കണക്കാ എന്ന് ഹ്യൂൺ പറയാണ്. ആ, അപ്പൊ അവന്റെ മേലെന്ന് നിന്റെ കണ്ണങ്ങട് മാറ്റിക്കോ, അവൻ എന്റെയാന്ന് യോൻസുക് പറയുന്നു. അത് കേട്ട് ഹ്യൂൺ ചിരിക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് കേക്ക് റെഡിയാവാണ്. അവരെല്ലാവരും ആസ്വദിച്ച് കഴിക്കുക. നീ എപ്പോഴാ റൈസ് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചേ? നിന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലോ. ആ, പക്ഷേ എന്റേതിന് ടേസ്റ്റ് കൂടുതല്. അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. നിന്റെ അമ്മ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി മധുരായിരിക്കും, നിന്റേത് കുറച്ചുകൂടി ഉപ്പുരസാണ് എന്ന് കഴിക്കുന്നതിനിടെ ജേഹ അവളോട് പറയാണ്. ഇവൻ ഇതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നു? അമ്മ മലങ്കാരിക്ക് പകരം മത്തങ്ങയാണ് ഉപയോഗിക്കാറ്. അതിന് നല്ല മധുരമായിരിക്കും. ഞാനാണെങ്കിൽ പയറ് വേവുന്ന സമയത്ത് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കും. അവൾ മനസ്സിൽ വിചാരിച്ചു. രാത്രി ജേഹയും യൂൻസുക്കും അവരുടെ വീട്ടിൽ പോകാൻ ഒരുങ്ങാണ്. ഡാ, പോണ വഴിക്ക് എന്നെ ഒന്ന് എന്റെ വീട്ടിലാക്കണേ എന്ന് യൂൻസുക് ജേഹയോട് പറയാണ്. അതിന് നിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. അതല്ലടാ, രാത്രി അവിടെ വെളിച്ചമൊന്നും ഉണ്ടാവില്ല, എനിക്ക് ഒറ്റക്ക് പോകാൻ പേടിയാണ് എന്നും പറഞ്ഞ് യൂൻസുക് ജേഹയുടെ കയ്യിൽ തൂങ്ങി നിൽക്കാണ്. ഞാൻ ഉടനെ തിരിച്ചു പോകുമെന്ന് ഹേവൂൺ അവരോട് പറയാണ്. പരീക്ഷ പൊട്ടി ജോലിയും കളഞ്ഞ് കാമുകനായിട്ട് പിണങ്ങി നിൽക്കുന്ന നീ എന്തിനാ ഇപ്പൊ തന്നെ തിരിച്ചു പോകുന്നത്? മര്യാദക്ക് ഇവിടെ തന്നെ നിന്നോ എന്ന് യൂൻസുക് അവളോട് പറയാണ്. തിരികെ പോകുമ്പോ ജേഹ യൂൻസുക്കിനോട് ചോദിക്കാണ്, യൂൻസുക്ക് എന്താ അമ്മയെ തിരക്കാത്തത്? അവർ നല്ല അടുപ്പത്തിലായിരുന്നല്ലോ. അവളുടെ ആത്മാഭിമാനം സമ്മതിക്കുന്നുണ്ടാവില്ല. അവൾക്ക് അമ്മയോട് ദേഷ്യമായിരിക്കും. പക്ഷെ അത് പുറത്ത് കാണിച്ച അവൾ കീഴടങ്ങിയെന്ന് അവൾ വിചാരിക്കുന്നുണ്ടാവും. എൻട്രൻസ് കഴിഞ്ഞ് അവൾക്ക് താമസം മാറണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനു മുമ്പ് അമ്മ പോയി. അത് അവളുടെ ആത്മാഭിമാനത്തെ ബാധിച്ചു. ഈ അമ്മയും പെൺമക്കളും എപ്പോഴും ഇങ്ങനെയാണോ? അതെന്താന്നറിയോ? അവരമ്മയും മകളും ആയതുകൊണ്ട്. അവള് നല്ല അഭിമാനമുള്ള പെണ്ണാ. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവൾ അവളുടെ ചെക്കനായി പിണങ്ങിയതും. അപ്പൊ അവർ പിരിഞ്ഞോ? ആ, എനിക്കൊന്നും അറിയില്ല എന്ന് യൂൻസുക് മറുപടി പറയുന്നു. ഇനിയിപ്പോ ഇവനെങ്ങാനും കേറി അവളെ പ്രേമിക്കുമെന്നുള്ള പേടി യൂൻസുക്കിനുണ്ട്.
അടുത്ത ദിവസം ഹേവോണിന്റെ ബോയ് ഫ്രണ്ട് അവളെ വിളിക്കുന്നുണ്ട്. ഞാൻ 1-2 ആഴ്ചയുടെ തിരിച്ചു വരാം, വന്ന ഉടനെ നിന്നെ വിളിക്കാം, ഇവിടെ തീരെ റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞ് അവള് കോള് കട്ട് ചെയ്യാണ്. അവനോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അറിയാം. ഹേവോൺ ജേഹയുടെ തക്കാളിത്തോട്ടം വിസിറ്റ് ചെയ്യാണ്. അവന്റെ തോട്ടത്തിലെ തക്കാളികൾ വളരെ രുചിയുള്ളതായിരുന്നു. നിന്നെ ഞാൻ സമ്മതിച്ചു, നീ എങ്ങനെ കൃഷിയൊക്കെ പഠിച്ചെന്ന് അവൾ ജേഹയോട് ചോദിക്കാണ്. എന്റെ അച്ഛൻ, വേറെ കുറെ കർഷകർ, പിന്നെ ഇന്റർനെറ്റ്. ജേഹ മറുപടി പറയുന്നു. പിന്നെ പഴയ പല രസകരമായ ഓർമ്മകളൊക്കെ പുതുക്കി കുറച്ചു സമയം അവരെങ്ങനെ ചിലവഴിച്ചു. തിരികെ വീട്ടിലെത്തി വിറകൊക്കെ വെട്ടി നല്ലോണം ക്ഷീണിച്ചിരിക്കുമ്പോ അവൾക്ക് മദ്യം കഴിക്കാൻ തോന്നുകയാണ്. നല്ല തണുപ്പുള്ള രാത്രികളിൽ അമ്മ ചിലപ്പോൾ മക്ജിയോളി എന്ന അരി കൊണ്ടുണ്ടാക്കുന്ന ഒരു വീൻ ഉണ്ടാക്കാറുണ്ട്. അന്നത്തെ രാത്രി അവൾ അത് ഉണ്ടാക്കാണ്. നല്ല തണുപ്പുള്ള രാത്രി കമ്പനി അടിച്ചു കുടിക്കാൻ പറ്റിയ സെറ്റ് സാധനം. അവള് തന്റെ സുഹൃത്തുക്കളെ കൂടെ വിളിക്കാൻ ആദ്യം എത്തിയത് ജേഹയാണ്. അവരങ്ങനെ കളിച്ചു ചിരിച്ചിരിക്കുമ്പോഴാണ് യൂൻസുക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ട് അവളുടെ ചങ്ക് തകർന്നുപോയി. അകത്ത് കയറിയ വഴിക്ക് തന്നെ അവരിട്ട് നല്ലൊരു ചവിട്ടും കൊടുത്ത് അവളും അവരുടെ കൂടെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ അവര് കളിച്ചിരിയും തമാശയൊക്കെയായി മദ്യം ആസ്വദിച്ചു കുടിച്ചു. ലഹരിയുടെ മത്തിൽ കിടക്കുന്ന ജേഹ അവന്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളായി വിളിച്ചു പറയാൻ തുടങ്ങി. കൃഷിയുടെ സൗന്ദര്യത്തെ പറ്റിയും അവൻ കൃഷിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിനെ പറ്റിയുമെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും മഹത്തരമായ ഒരു ജോലിയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ജേഹ പറയുന്നു. അവൻ വിളിച്ചു പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടിരിക്കുകയായിരുന്നു ഹേവോൺ. ജേഹ അവന്റെ ഉത്തരങ്ങൾ കണ്ടെത്തി. എന്നാൽ താനോ പ്രശ്നങ്ങളൊന്നും താങ്ങാനാവാതെ ഒളിച്ചോടി പോന്നിരിക്കുകയാണ്. അവൾക്കതൊരൽപ്പം വിഷമം ഉണ്ടാക്കി. മഞ്ഞുകാലം കഴിഞ്ഞ ഉടനെ പോകുന്നത് ശരിയല്ല. ഈ മഞ്ഞുകാലത്തിലൂടെ വസന്തത്തിന്റെ ആത്മാക്കൾ പൊട്ടിപ്പുറപ്പെടുന്നതുവരെ ഞാനിവിടെ നിന്നാൽ എനിക്ക് എന്റെ ഉത്തരങ്ങളെ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് അവൾ സ്വയം ചോദിക്കാണ്. അങ്ങനെ വസന്തകാലം എത്തി. വസന്തത്തിന്റെ ആദ്യം ഉരുളക്കിഴങ്ങാണ് വെച്ച് പിടിപ്പിക്കുക. തണുപ്പാണെങ്കിലും ഭൂമിയുടെ ചൂട് കൊണ്ട് ഉരുളക്കിഴങ്ങ് മുളച്ചു വരും. വിളവെടുപ്പ് വരെ കാത്തിരിക്കണം. രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. അവൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് നട്ടുവെച്ചു. ശിശിരകാലത്ത് കഴിക്കാനുള്ള തണ്ടുകൾ അവൾ ഉണക്കി സൂക്ഷിക്കുകയാണ്. അവളൊന്ന് പുഞ്ചിരിച്ചു. അപ്പോ ശിശിരകാലത്തിലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന രീതിയിലാണല്ലോ ഞാനിപ്പോ ചിന്തിക്കുന്നത്. അവളൊന്ന് പുഞ്ചിരിച്ചു. ഉരുളക്കിഴങ്ങുകൾ മുളച്ചാൽ മറ്റു വിളകൾ നടാൻ സമയമായി. ഹേവോൺ കൃഷിപ്പണിയിൽ തിരക്കിലായി. അവളെ സഹായിക്കാൻ യൂൻസുക്കും ജേഹയും ഉണ്ടായിരുന്നു. സഹായിക്കാൻ വന്നിട്ട് രണ്ടും കൂടെ അവിടെ കടന്ന് അടിയായി. അവസാനം മര്യാദക്ക് വീട്ടിൽ തിരിച്ചു പോയിക്കോ എന്ന് ഹേവോണിന്റെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കാണ്. ചീത്ത കേട്ടിട്ടും പോവാതെ അവിടെ തന്നെ നിന്ന് അവളെ സഹായിക്കാണ് രണ്ടാളും. സോളിനെ കോളേജിൽ പഠിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവളോട് ചോദിക്കുമായിരുന്നു, നിനക്ക് CCTVയും ലോക്കോ ഒന്നും ഇല്ലാത്ത വീട്ടിൽ കിടക്കുമ്പോ പേടിയാവില്ലേ? എങ്ങനെയാണ് നീ ഒരു ദിവസം തള്ളി നീക്കുന്നത് എന്നെല്ലാം. ഒരിക്കൽ കോളേജിൽ അവളുടെ ഒരു ഫ്രണ്ടിന്റെ മേലിൽ ഒരു പുഴുവിനെ കണ്ട് മറ്റു ഫ്രണ്ട്സ് എല്ലാവരും അലറി വിളിക്കാണ്. എന്നാൽ ഹേവൂൺ ആവട്ടെ ആ പുഴുവിനോട് ഹായ് ഒക്കെ പറഞ്ഞ് അവളുടെ കൈകൊണ്ട് തന്നെ അതിനെടുത്തു മാറ്റാണ്. അത് കണ്ട് ഹേവൂണിന്റെ ഫ്രണ്ട്സ് എല്ലാം അവളെ ആശ്ചര്യത്തോടെ നോക്കാണ്. അവർക്കറിയില്ലല്ലോ അവളുടെ ഗ്രാമത്തിലെ അവൾ മണ്ണിന്റെയും വായുവിന്റെയും സ്വന്തം ആളാണെന്ന്. എന്നാൽ ഗ്രാമത്തിലെ ചില കാര്യങ്ങളൊന്നും സഹിക്കാൻ പറ്റില്ല. അതായത് അയൽക്കാരനങ്ങൾ ഇന്ന കറി വെച്ചോ എന്ന് പറഞ്ഞ് ജീവനുള്ള ഒരു കോഴിയെ അവളുടെ തലക്ക് മേലോട്ട് എറിയും. പ്രായമായ ആന്റിമാരുടെ കുത്തിയുള്ള ചോദ്യങ്ങള്. എന്തെങ്കിലും അത്യാവശ്യമായി വാങ്ങാൻ വേണ്ടി കുറെ ദൂരം സൈക്കിൾ ഓടിച്ച് പട്ടണത്തിലെത്തിയാലോ കടകളെല്ലാം അടച്ചിട്ടുണ്ടാവും. എന്നാൽ ഏറ്റവും അസഹ്യമായ കാര്യം, പാചകം ചെയ്യുമ്പോഴെല്ലാം അവൾക്ക് അമ്മയെ ഓർമ്മ വരും. അമ്മയോട് എപ്പോഴും മത്സരിക്കുന്നത് പോലെ അവൾക്ക് തോന്നും. എന്റെ മനസ്സിൽ നിന്ന് ഒന്ന് ഇറങ്ങി പോവും അമ്മ എന്ന് അവൾ അറിയാതെ പറഞ്ഞു പോകും. അമ്മ കാബേജ് കൊണ്ട് ഒരു പാൻ കേക്ക് ഉണ്ടാക്കുമായിരുന്നു. അതിന്റെ ഏറ്റവും അവസാനം ഒരു മരക്കൊമ്പ് അതിന്റെ മുകളിൽ ചുരണ്ടിയിടും. എന്ത് രുചിയും മണവുമായിരുന്നു. അമ്മ ഒരു സംഭവമാണെന്ന് അവൾക്ക് തോന്നുമായിരുന്നു. സോളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരിക്കൽ അമ്മയുണ്ടാക്കുന്ന അതേ ഡിഷ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടെ അവൾ കണ്ടു. അപ്പോ ഇത് അമ്മ കണ്ടുപിടിച്ചതല്ല. ചില സമയങ്ങളിൽ അമ്മ നുണ പറയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എന്നാലും അമ്മയുടെ പാചകം അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവൾക്കൊരു ലെറ്റർ വന്നു. നിങ്ങൾക്ക് ഈ ലെറ്റർ തിരിച്ചയക്കാൻ പറ്റുമോ? ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. എനിക്ക് ഈ അഡ്രസ്സിലേക്ക് ലെറ്റേഴ്സ് വരണമെന്നില്ല എന്ന് അവൾ മെയിൽമാനോട് പറയാണ്. അതിനുള്ള വകുപ്പ് എനിക്കില്ല. മാത്രല്ല ഈ ലെറ്ററിൽ തിരിച്ചയക്കാൻ അഡ്രസ്സും വെച്ചിട്ടില്ല. അതുമാത്രല്ല ഇതിവിടെ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. അത് വായിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് മെയിൽമാൻ തിരിച്ചു പോവാണ്. ആ ലെറ്റർ അയച്ചത് അവളുടെ അമ്മയായിരുന്നു. അതിൽ അമ്മയുടെ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് റൊട്ടിയുടെ റെസിപ്പി ആയിരുന്നു. ആ കാര്യം അവൾ ജേഹയോട് പറയുന്നുണ്ട്. ഒരിക്കൽ ആ റെസിപ്പി പഠിക്കാൻ വേണ്ടി ഞാൻ അമ്മയോട് കെഞ്ചിയിരുന്നു. പക്ഷെ അന്ന് അമ്മ എനിക്കത് പറഞ്ഞു തന്നില്ല. എന്നിട്ടിപ്പോ എന്നെ ഇട്ടിട്ട് പോയിട്ട് ഉരുളക്കിഴങ്ങ് റൊട്ടിയുടെ റെസിപ്പി അയച്ചു തന്നിരിക്കുന്നു. എന്തൊരു സാധന എന്ന് ഹേവൂൺ അവളെ അമ്മയെ കുറിച്ച് പറയാണ്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഒരു അടിപൊളി റെസിപ്പി അമ്മയ്ക്കും തിരിച്ചയച്ചു കൊടുത്തോ. അതിന് അമ്മ എവിടെയാന്ന് എനിക്ക് അറിയില്ലല്ലോ. എവിടെയാണെങ്കിലും അവർ ഹാപ്പി ആയിരിക്കും എന്നും പറഞ്ഞ് ജേഹ എണീറ്റ് പോകുകയാണ്. അപ്പോഴാണ് അവൾ ചിന്തിക്കുന്നത്, അല്ല ഞാൻ ഇവിടെ ഉണ്ടെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? മിക്കവാറും ആന്റി പറഞ്ഞു കാണും.
അപ്പോ അമ്മ എവിടെയാണെന്ന് ആന്റിക്ക് അറിയാമായിരിക്കുമോ? അങ്ങനെ വസന്തകാലവും കഴിഞ്ഞ് വേനൽക്കാലം ആരംഭിച്ചു. വേനൽ ചൂട് അസഹ്യമായിരുന്നു. യൂൻസുക് അവളുടെ ബാങ്ക് മാനേജറെ കുറിച്ചും അവളുടെ ജോലിയെ കുറിച്ചുമെല്ലാം എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത്ര മെനക്കേടുള്ള പണിയാണെങ്കിൽ നിനക്ക് അതങ്ങ് നിർത്തിപ്പോന്നൂടെ എന്ന് ഹേവൂൺ ചോദിക്കാണ്. എന്നാ ആ ചോദ്യം അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അങ്ങ് നിർത്തിപ്പോന്നാ എങ്ങനെ എന്റെ ടെൻഷൻ മാറുക? എന്ത് എളുപ്പമായിട്ടാ നീ നിർത്തിപ്പോരാൻ അങ്ങ് പറയുന്നേ? എന്റെ അവസ്ഥ വല്ലതും നീ മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ സുഹൃത്താണെങ്കിൽ എന്റെ ഭാഗമാണ് നീ പറയേണ്ടത്. നീ എന്താ വലിയ സംഭവമാണെന്നാ നിന്റെ വിചാരം? എനിക്കിനി നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് യൂൻസുക് അവളോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. ഇതിനു മാത്രം ഇപ്പൊ ഇവിടെ എന്തുണ്ടായെന്നറിയാതെ അവൾ ഇരുന്നു. ഈ കാര്യം അവൾ ജേഹായോട് പറയുന്നുണ്ട്. അവൾ അങ്ങനെ പോയപ്പോ എനിക്ക് എന്തോ പോലെ എന്ന് യൂൻസുക് പറയുന്നു. അവള് തിരിച്ചു വരും. അല്ല, നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കുട്ടികളെ നിന്നെ കളയാക്കിയിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ലേ? എന്നെയോ? എനിക്ക് ഓർമ്മയില്ലല്ലോ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. വേറെ വല്ലവരാണ് നിന്റെ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ കരഞ്ഞിട്ടുണ്ടാവും. അവര് നിന്നെ കളിയാക്കും ഒറ്റപ്പെടുത്തും ചെയ്തപ്പോ നീ അവരെ മൈൻഡേ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവര് നിന്നെ കളിയാക്കുന്ന അങ്ങ് നിർത്തി. പിന്നെയാണ് അവൾക്ക് അത് ഓർമ്മ വന്നത്. ചെറിയ കുട്ടിയായിരുന്നപ്പോ അവളെ ക്ലാസ്സിലെ കുട്ടികള് അവളെ കളിയാക്കുമായിരുന്നു. മാത്രല്ല കൂടെ കളിക്കാനും കൂട്ടില്ല. ഈ കാര്യം അവൾ അമ്മയോട് പറഞ്ഞപ്പോ സാരല്ല, നീ അത് കാര്യാക്കണ്ടെന്നാണ് അമ്മ പറയുന്നത്. അമ്മയുടെ മറുപടി കേട്ട് അവൾക്ക് ദേഷ്യം വരികയാണ്. എനിക്ക് എന്തുമാത്രം വിഷമായിരുന്നോ? എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെയാണല്ലോ അമ്മ സംസാരിക്കുന്നത്. കളിയാക്കുന്നവർക്ക് എന്താ വേണ്ടെന്നറിയോ? അവർക്ക് നീ വിഷമിച്ചിരിക്കണം. അപ്പോ നീ അവരെ മൈൻഡ് ചെയ്യാതിരുന്നാ അവര് തോറ്റുപോകും. നിന്നെ കളിയാക്കല് നിർത്തും എന്ന് അമ്മ അവളെ പറഞ്ഞു മനസ്സിലാക്കാണ്. എന്നാ അത് കേട്ട് കുഞ്ഞു ഹേവൂണിന് കൂടുതൽ വിഷമാവാണ് ചെയ്തത്. അവൾ അമ്മയോട് പിണങ്ങിയിരിക്കാണ്. അമ്മ അവളുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ക്രിംബ്രുലെ എന്ന് പേരുള്ള ഒരു സ്പെഷ്യൽ ഡിഷ് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാണ്. അത് കഴിച്ച് അവളും പിണക്കൊക്കെ മാറി ഹാപ്പി ആവാണ്. അതേ ഡിഷ് യൂൻസുക്കിന്റെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഹേവൂൺ ഉണ്ടാക്കി കൊടുക്കാണ്. വളരെ രുചിയുള്ള ആ ഡിഷ് കഴിച്ച് യൂൻസുക്കും ഹാപ്പി ആവാണ്. ഗ്രാമത്തിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കാണ്. ചൂട് കാരണം പലരും കുഴഞ്ഞു വീണ് ഗുരുതര നിലയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ച സമയത്ത് ആരും പണിയെടുക്കരുതെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും അറിയിപ്പുണ്ടാവുന്നു. തിരികെ എത്തിയ യൂൻസുക് ഫിവോയുടെ കൂടെ കുറച്ചു നേരം പൈപ്പില് വെള്ളത്തിൽ കളിച്ച് ശേഷം തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാണ്. അപ്പോ അവൾക്ക് അമ്മയുടെ ഓർമ്മ വരികയാണ്. ഇതുപോലൊരു ചൂടുള്ള ഒരു വേനൽക്കാലം മുറ്റത്ത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മരത്തിന്റെ ചോട്ടില് ഹേവൂണും അമ്മയും തക്കാളിയും കഴിച്ചോണ്ടിരിക്കാവും. അപ്പോ ഹേവൂണിന്റെ അമ്മമ്മ വന്ന് അമ്മയെ വഴക്ക് പറയാണ്. ഇതൊരു മത്തങ്ങത്തോട്ടാണോ? ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞൂടെ? ഞാൻ പിന്നെ ചെയ്തോളാം. പിന്നെയല്ല, ഇതൊക്കെ ഇപ്പോഴാ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് മുത്തശ്ശി പോവാണ്. മുത്തശ്ശി അപ്പൊ മരിച്ചിട്ടില്ല അല്ലേ? നിനക്കെന്താടി എന്റെ അമ്മ മരിക്കാനിട്ട്? അമ്മയ്ക്ക് മുത്തശ്ശിയെ ഇങ്ങോട്ട് വിളിച്ചാൽ എന്താ? ഈ വാശിയൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്ന് ഹേവൂൺ ചോദിക്കാണ്. നിന്റെ അപ്പയും ഞാനും തമ്മിലുള്ള കല്യാണത്തിന് അമ്മ എതിരായിരുന്നു. സോ അമ്മയെ കൊണ്ട് ഞാനത് തിരുത്തി പറിക്കുമെന്നും പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഒന്ന് പ്രേമിച്ചൂടെ എന്ന് ഹേവൂൺ ചോദിക്കുന്നു. എനിക്ക് പ്രേമിക്കണം തോന്നിയാ ഞാൻ പ്രേമിക്കും. നിന്റെ അപ്പയും ഞാനും ഒരുപാട് കാലം പ്രേമിച്ച് നടന്നതാ. ആ ഓർമ്മകളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. അമ്മ അപ്പയെ മിസ് ചെയ്യുന്നുണ്ടോ? ആ ചോദ്യം കേട്ട് അമ്മ കഴിച്ചുകൊണ്ടിരുന്ന തക്കാളി ദൂരെ എറിയാണ്. ഇതിങ്ങനെ വെറുതെ എറിഞ്ഞിട്ടാലും അടുത്ത വർഷം അവിടെ തക്കാളി മുളച്ചോളും. അടിപൊളിയല്ലേ? അങ്ങനെ വെറുതെ എറിഞ്ഞ മുളക്കണമെങ്കിൽ പുറത്തെ വെയിലൊക്കെ കൊണ്ട് പാകമായ ഒരു തക്കാളി ആയിരിക്കണം അത്. അപ്പയെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാവും അമ്മ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. രാത്രി ജേഹായുടെ കൂടെ നദിയിൽ നിന്നും ഒച്ചുകളെ പിടിക്കാൻ കൂടാണ് അവള്. ശേഷം അവിടെ ഇരുന്ന് തന്നെ അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കാണ്. ജേഹ കഴിക്കുന്നത് അവൾ അങ്ങനെ നോക്കിയിരിക്കാണ്. നിന്റെ ബോയ് ഫ്രണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും നീ ഇങ്ങനെ നോക്കിയിരിക്കുവോ? എന്തേ, നിനക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ, ജേഹ മറുപടി പറയുന്നു. സോളിൽ പഠിക്കുന്ന സമയത്ത് ഹേവൂൺ അവളുടെ ബോയ് ഫ്രണ്ടിന് എപ്പോഴും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഒരു ദിവസം അവളുടെ ബോയ് ഫ്രണ്ട് കൂട്ടുകാരോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവൾ കേൾക്കാനിടയുണ്ടായി. ഈ കാലത്ത് ആരേലും അവളുടെ ബോയ് ഫ്രണ്ടിന് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമോ? നീ എന്തൊരു ലക്കിയാണടാ എന്ന് ഫ്രണ്ട്സ് അവനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന നേരത്ത് അവൾ 2 അക്ഷരം പഠിച്ചിരുന്നതിൽ നന്നായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അതിനുശേഷം ഞാൻ അവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്ന് ഹേവൂൺ ജേഹയോട് പറയുന്നു. അവൻ നല്ല പൊങ്ങച്ചക്കാരനായിരുന്നു. എനിക്ക് അവൻ്റെ ആ സ്വഭാവം ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണോ നിങ്ങൾ പിരിഞ്ഞത്? ഞങ്ങൾ പിരിഞ്ഞിട്ടൊന്നുമില്ല. അല്ല, നീ എന്തിനാ നിന്റെ പെണ്ണുമായി പിരിഞ്ഞത്? ഹേവൂൺ ചോദിക്കുന്നു. ഞങ്ങൾ പിരിഞ്ഞതല്ല, ഞാൻ അവളെ അവിടെ വിട്ടിട്ട് പോന്നതാണ്. സോൾ വിട്ടു പോരുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ അവളെ പിരിയുന്നതായിരുന്നു പെയിൻഫുൾ. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. തിരികെ പോരാൻ നേരം നീ എന്താണ് അവളോട് പറഞ്ഞത്? എനിക്ക് മറ്റാരുടെ അടുത്തു നിന്നും ആജ്ഞകൾ സ്വീകരിക്കാൻ താല്പര്യമില്ലെന്ന്. ഒരു സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ എനിക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒന്നിനും സമയമില്ല. സാലറിയുടേക്ക് വേണ്ടി മാത്രമുള്ള വെയിറ്റിംഗ് എന്നെ കൊണ്ട് ആ ലൈഫ് പറ്റാതായി, ജേഹ പറയുന്നു. അല്ല, എന്നിട്ട് അവൾ എന്താ പറഞ്ഞത്?
ഞാൻ പറഞ്ഞ കാര്യം അവൾക്ക് വിശ്വാസമായില്ല. നീ നിന്റെ മറ്റവളുമായി സുഖമായി ജീവിച്ചോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ്റെ മദ്യക്കുപ്പി എടുത്ത് യൂൻസുക്ക് അങ്ങോട്ടെത്തി. അച്ഛൻ ടൗണിൽ പോയ തക്കത്തിന് അടിച്ചു മാറ്റിയതാണ് അവൾ. അങ്ങനെ ഒരുപാട് നേരം അവർ മൂന്നാളും അവിടെ സ്പെൻഡ് ചെയ്തു. അന്ന് രാത്രി ഹേവൂൺ അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം കുറെ നേരം അവനോട് സംസാരിച്ചിരുന്നു. ബ്രേക്കപ്പ് ആവുന്നതിനെ കുറിച്ചും അവൾ അവനോട് പറഞ്ഞിരുന്നു. അങ്ങനെ മഴക്കാലം കഴിഞ്ഞ് ശരത്കാലം ആരംഭിച്ചു. ഒരു ദിവസം ഹേവൂൺ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് എടുക്കാൻ ബാങ്കിൽ പോയി. എടാ, ക്യാഷിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. വല്ല കൊള്ളപ്പലിശക്കാരുടെ അടുത്തൊന്നും ചെന്നേക്കരുത്, യൂൻസുക്ക് അവളോട് പറയുന്നു. അടാ, അല്ല ജേഹയുടെ നീ ഇഷ്ടം തുറന്നു പറയുന്നില്ലേ? അത് എൻ്റെ പെരുമാറ്റമൊക്കെ കണ്ടാൽ അവന് മനസ്സിലാക്കിക്കൂടെ? നീ തുറന്നു പറയാതെ അവൻ ഒരിക്കലും മനസ്സിലാക്കാൻ പോണില്ല. കൈവിട്ടു പോകുന്നതിന് മുന്നേ തുറന്നു പറയാൻ നോക്കിക്കോ എന്ന് ഹേവൂൺ യൂൻസുക്കിനെ ഉപദേശിക്കുകയാണ്. ഒരിക്കൽ സാലറി ഡേയുടെ പാർട്ടിയിൽ വെച്ച് യൂൻസുക്ക് അവളെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരുന്ന മാനേജറുടെ തലക്കിട്ട് നല്ലൊരു അടി കൊടുക്കുന്നു. അയാൾ സ്പോട്ടിൽ ബോധം കെട്ട് വീണു. ഭാഗ്യത്തിന് യൂൻസുക്കിന് സാലറിയും കിട്ടി. മാനേജർക്ക് വേറെ ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റവും കിട്ടി. ഒരു ദിവസം ഹേവൂണും യൂൻസുക്കും ടൗണിലെ ഒരു കടയിലിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് ജേഹ അവൻ്റെ എക്സ് ഗേൾഫ്രണ്ടിൻ്റെ കൂടെ അവരുടെ അടുത്തൂടെ പോവാണ്. ജേഹയെ കാണാത്ത പോലെ അവരും അവരെ കാണാത്ത പോലെ ജേഹായും പോയി. അവൻ കൈവിട്ട് പോയെന്നും പറഞ്ഞ് യൂൻസുക്ക് നല്ല വിഷമത്തിലാണ്. നീ വിഷമിക്കല്ലടാ, ചിലപ്പോൾ അവനെ തന്നെയാവും നിനക്ക് വിധിച്ചിട്ടുള്ളത്. ഒന്നും പോടി, അവള് കാണാൻ എന്ത് രസാ. ഞാനൊന്നും 7 അയലത്തെത്തില്ല. അല്ല, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മാനേജറിനെ തല്ലുവാണേ നീ എനിക്ക് അടിപൊളി ഫുഡ് എന്തോ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഏറ്റവും നല്ല ഫുഡ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് എന്നും പറഞ്ഞ് ഹേവൂൺ യൂൻസുക്കിനെ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കിക്കാണ്. ഹേവൂൺ അവളെ ഗൈഡ് ചെയ്തു കൊടുത്തു. ഞാൻ എരിഞ്ഞ് പണ്ടാരടങ്ങട്ടെ എന്നും പറഞ്ഞ് യൂൻസുക്ക് മുളക് അധികം ഇടുകയാണ്. ജേഹ വന്നു നോക്കിയപ്പോൾ രണ്ടും കൂടി യൂൻസുക്ക് ഉണ്ടാക്കിയ ഡിഷും കഴിച്ച് എരിഞ്ഞ് കരഞ്ഞിരിക്കുക. ജേഹായും അവരുടെ കൂടെ കഴിക്കാൻ കൂടി. ഹേവൂൺ ജേഹായോട് അവൻ്റെ ഗേൾഫ്രണ്ടിനെ പറ്റി ചോദിക്കുന്നു. ഇതുവഴി വന്നപ്പോൾ അവൾ വെറുതെ ഇവിടെ ഇറങ്ങിയതാണ്. ജേഹായുടെ ഗേൾഫ്രണ്ടിന് അവനെ ഇപ്പോഴും ഇഷ്ടമായിരുന്നു. എന്നാൽ താനിപ്പോൾ മറ്റൊരാളുമായി അടുപ്പത്തിലാണെന്ന് അവൻ അവളോട് കള്ളം പറയാണ്. ചിലപ്പോൾ ഇനിയും അവൾ ജേഹായ്ക്ക് വേണ്ടി കാത്തിരിക്കണ്ട എന്ന് കരുതിയാവും അവൻ അങ്ങനെ പറഞ്ഞത്. അടുത്ത ദിവസം ഹേവൂൺ കാട്ടിൽ പോയി ചെസ്നട്ട് ശേഖരിച്ചു കൊണ്ടുവന്ന് അതിനെ പ്രിസർവ് ചെയ്ത് വെക്കുകയാണ്. തിളക്കമുള്ള ചെസ്നട്ടുകൾ നല്ല രുചിയുള്ളതാണെങ്കിൽ അതിനർത്ഥം ശരത്കാലം അതിൻ്റെ പരിപൂർണതയിലെത്തിയെന്നാണ്. ഹേവൂൺ ജേഹയുടെ ആപ്പിൾ തോട്ടത്തിൽ ചെല്ലാണ്. തോട്ടമാകെ ആപ്പിൾ നിറഞ്ഞിരുന്നു. ആപ്പിൾ പറിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണേ, നിനക്ക് ഞാൻ ഒരു ചാക്ക് അരി തരാമെന്ന് ജേഹ അവളോട് പറയുന്നു. ഓ പിന്നെ, എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. അല്ല, നീ സോളിലേക്ക് പെട്ടെന്ന് തന്നെ തിരികെ പോകുമെന്ന് പറഞ്ഞിട്ടിപ്പോ ഇവിടെ പഴം പെറുക്കലൊക്കെ ആയി നല്ല തിരക്കിലാണല്ലോ. എപ്പോഴും തിരക്കിലായിരിക്കുന്നത് കൊണ്ടൊന്നും നിന്റെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല എന്ന് ജേഹ ഹേവൂണിനോട് പറയുന്നു. അത് കേട്ട് അവൾക്ക് നല്ല വിഷമമാവുന്നുണ്ട്. ശരിയാ, ഞാൻ ഉടനെ തന്നെ തിരികെ പോയി എൻ്റെ ജീവിതം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോവാണ്. അന്ന് രാത്രി ഒട്ടും പ്രതീക്ഷിക്കാതെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. ആൻറ്റിയുടെ വിളഞ്ഞു നിന്നിരുന്ന നെൽപ്പാടങ്ങളിൽ ഭൂരിഭാഗവും നാശമായിരുന്നു. അതുപോലെ തന്നെ ജേഹായുടെ ആപ്പിൾ തോട്ടത്തിലും ഒരുപാട് നഷ്ടം സംഭവിച്ചിരുന്നു. ഹേവൂൺ ആപ്പിൾ പെറുക്കാൻ ജേഹായെ സഹായിക്കാവും. ബട്ട് ഇന്നലെ ആൻറ്റിയെ നെൽപ്പാടത്ത് സഹായിച്ചത് കൊണ്ട് തന്നെ അവളുടെ നടു മൊത്തം പോയി കിടക്കാവും. അത് മനസ്സിലാക്കി ജേഹ അവളോട് തിരികെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയാണ്. ജാം ഉണ്ടാക്കാൻ ഒരു ചാക്ക് ആപ്പിളും അവൾക്ക് കൊടുക്കുന്നു. ഒപ്പം തന്നെ തുടുത്ത് പാകമായ ഒരു ആപ്പിൾ മരത്തിൽ നിന്ന് പൊട്ടിച്ച് അവൾക്ക് കൊടുക്കുകയാണ്. ഇത് ഞാൻ നിനക്ക് തരാൻ വിചാരിച്ചതായിരുന്നു. ശക്തമായ കാറ്റിലും ഇത് വീഴാതെ പിടിച്ചു നിന്നു, അല്ലാതെ നിന്നെ പോലെയല്ല. ജേഹ പറഞ്ഞത് വീണ്ടും അവൾക്ക് കൊണ്ടു. ജേഹ പറഞ്ഞത് ശരിയാണ്. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ഒഴിവാക്കും, എന്നിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ആവാന് ഹാർഡ് വർക്ക് ചെയ്യുന്നത് പോലെ അഭിനയിക്കും. ഹേവൂണിൻ്റെ സ്കൂൾ പഠിത്തം കഴിയാറായപ്പോഴെല്ലാം അവൾ സോളിലേക്ക് താമസം മാറുന്നതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. ഒരു ദിവസം ഹേവൂൺ സ്കൂളിൽ പോയ ശേഷം അവൾക്കൊരു കത്തെഴുതി വെച്ച് അമ്മ എങ്ങോട്ടാണെന്ന് പറയാതെ അവിടെ നിന്നും പോവാണ്. ഹേവു, കോളേജിൽ പഠിക്കാനായി നീ ഉടനെ തന്നെ ഇവിടെ നിന്നും താമസം മാറും. എനിക്ക് ഇവിടെ നിന്നും പോകണം. നേരത്തെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. ഒരുപാട് വൈകിപ്പോയെന്നും എനിക്ക് പേടിയുണ്ട്. എന്നിരുന്നാലും അതെല്ലാം ചെയ്തു തീർക്കാനായി ഞാൻ പോവാണ്. ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത് സമയത്തെക്കുറിച്ചാണ്. ഇപ്പോൾ സമയമായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ സോളിലേക്ക് പോയിട്ടില്ല. കാരണം എനിക്ക് നിന്നെ ഇവിടെ വളർത്തണമെന്നും ഇവിടെ തന്നെ നിലനിർത്തണമെന്നുമായിരുന്നു ആഗ്രഹം. ഒരു വിഷമഘട്ടം വരുമ്പോൾ ഇവിടുത്തെ മണ്ണിന്റെ മണവും കാറ്റും വെയിലുമെല്ലാം നീ ഓർക്കുക.
എനിക്കറിയാം. അപ്പോൾ നിനക്ക് പ്രശ്നങ്ങളെ തൂത്തെറിഞ്ഞ് നിവർന്നു നിൽക്കാൻ കഴിയും. സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു യാത്രയുടെ തുടക്കമായി നമുക്കിതിനെ കരുതാം. ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഹേവു എന്ന് സ്വന്തം അമ്മ. ഇതായിരുന്നു അമ്മയുടെ കത്ത്. അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ ഇന്നത് തിരിച്ചറിയാനാവും. അവളുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതിയും പാചകവും പിന്നെ അമ്മക്ക് അവളോടുള്ള സ്നേഹവും എല്ലാം അമ്മയുടേതായ ചെറിയൊരു കാർഡായിരുന്നു. ഞാനും എന്റേതായ ചെറിയൊരു കാർഡ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അന്ന് രാത്രി അവൾ അമ്മയ്ക്ക് വേണ്ടി ഒരു കത്തെഴുതി. അടുത്ത ദിവസം അവൾ തിരികെ പോകാണ്. കൂട്ടുകാർക്ക് വേണ്ടിയും ഒരു കത്ത് വെക്കുന്നുണ്ട്. ഉമ്മറത്ത് തൂക്കിയിട്ടിരുന്ന ഒരു പേഴ്സ്മൺ ഫ്രൂട്ട് അവൾ എടുത്ത് കഴിക്കാണ്. ഉണങ്ങിയ പേഴ്സ്മണിന് ഇത്ര രുചിയാണെങ്കിൽ മഞ്ഞുകാലം അതിന്റെ പരിപൂർണതയിൽ എത്തിയെന്നാണ്. 5-6 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ ഒരു മഞ്ഞുകാലത്ത് വന്ന് അടുത്ത മഞ്ഞുകാലത്ത് അവൾ തിരികെ പോവാണ്. ജേഹ അവളുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോ അവനെ കത്ത് കാണാണ്. ആദ്യം ഈ കത്ത് കാണുന്ന ആള് ഫിവോയെയും കോഴികളെയും നോക്കിക്കൊള്ളണേ എന്നായിരുന്നു അവൾ അതിൽ എഴുതി വെച്ചിരുന്നത്. അവരോടൊന്നും പറയാതെ പെട്ടെന്ന് അങ്ങനെ പോയതിൽ യൂൻസുക് ഹേവുണിയോട് നല്ല കലിപ്പിലാണ്. അവൾ ഉടനെ തന്നെ തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജേഹ പറയുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ചിലപ്പോ ഹേവൂൺ സ്ഥിരമായൊരു പറിച്ചു നടലിന് തയ്യാറെടുക്കാവും. അവർ രണ്ടുപേരും ചേർന്ന് ഹേവൂണിന്റെ കൃഷിയെല്ലാം നോക്കുന്നുണ്ട്. കൃഷി എന്ന് പറയുകയാണെങ്കിൽ അവൾ വിത്ത് പാകിപ്പോയ ഉള്ളി കൃഷി. അങ്ങനെ വസന്തകാലമായി. ജേഹ പറഞ്ഞത് ശരിയായിരുന്നു. ഹേവൂൺ അവളുടെ ഗ്രാമത്തിലേക്ക് തിരികെ വരികയാണ്. ഉള്ളികളെല്ലാം വളർന്നു പാകമായിരുന്നു. അതിൽ നിന്നും കുറച്ച് പറിച്ച് അത് വെച്ച് അവൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാണ്. അപ്പോ പുറത്തുനിന്ന് ശബ്ദം കേട്ട് ചെന്ന് നോക്കുമ്പോ ജേഹ ഫിവോയെ അവിടെ കൊണ്ടുവിട്ട് ഹേവൂണിനോട് ഹായ് പറഞ്ഞു പോവാണ്. ഇളകി കടന്നിരുന്ന ഒരു ഓട് പുരപ്പുറത്ത് കയറി നേരാക്കിയ ശേഷം സൈക്കിളും എടുത്ത് അവളുടെ ബ്യൂട്ടിഫുൾ ആയ വില്ലേജിലൂടെ ഒരു റൈഡിന് പോവാണ്. തിരികെ എത്തിയപ്പോ പരിചയമില്ലാത്ത ആരെയോ കണ്ട് ഫിവോ നല്ലപോലെ കുരക്കുന്നുണ്ടായിരുന്നു. വീടിന്റെ കതക് തുറന്നു കിടക്കായിരുന്നു. അവൾ ഒരു പുഞ്ചിരിയോടെ നേരെ വീട്ടിലേക്ക് നടക്കാണ്. ആരായിരിക്കും വന്നിട്ടുണ്ടാവുക? അതെ, അവളുടെ അമ്മ തന്നെ. ഇവിടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവി അവസാനിക്കാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്തൊരു മാസ്റ്റർ പീസ് മിസ്റ്ററി പടമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണേ.